ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന പാലക്കാട് മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ത്രികോണ മത്സരം നടന്ന പാലക്കാട് മണ്ഡലത്തിലെ കൂടിയ പോളിംഗ് ആരെ പിന്തുണയ്ക്കുമെന്ന് മെയ് 4 അറിയാം. LDF സ്ഥാനാർത്ഥി മത്സരിച്ച NMR റസാഖ് ന്യൂസ് മലയാളത്തൊപ്പം ചേരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ വലിയ ഒരു പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണോ LDFന് നൽകുന്നത്? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഭരണത്തിലേറ്റാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ആ ഒരു ആഗ്രഹം അത് വലിയ രീതിയിൽ വോട്ടായി മാറിയിട്ടുണ്ട്. വളരെ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ഞങ്ങൾ രാവിലെ മുതൽ ബൂത്തുകൾ ഇങ്ങനെ സന്ദർശിച്ച് നോക്കുമ്പോൾ പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തോടു കൂടിയും അതേപോലെ വോട്ടർമാരുടെ ഇടയിലും ആ ആവേശം വളരെ വലിയ രീതിയിൽ കണ്ടു തുടങ്ങി. ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം NMR റസാഖ് എന്ന വ്യക്തി സ്ഥാനാർത്ഥിയായതോടുകൂടെ ശക്തമായൊരു ത്രികോണ മത്സരത്തിന് കൂടെ വേദിയായിട്ടുണ്ട്. ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ അതൊക്കെ കൂടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുക. അവർ വളരെ നല്ല ഗൃഹപാഠം നടത്തി. കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. വളരെ നല്ല രീതിയിൽ തന്നെ അത് ആത്മാർത്ഥമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സംതൃപ്തി നൽകുന്ന വിഷയം. BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നും പണം കൊടുത്ത് വോട്ട് മേടിക്കുന്ന ഒരു നിലപാടിലേക്ക് കടന്നത് അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ പിടിക്കപ്പെട്ടത് അവസാന മണിക്കൂറുകളാണെങ്കിലും ഇത് തുടക്കം മുതൽ തന്നെ ഈ രാഷ്ട്രീയം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു, പണക്കൊഴുപ്പിൻ്റെ രാഷ്ട്രീയം. അപ്പോൾ അത് പിടിക്കപ്പെട്ട അവസാന മണിക്കൂറുകൾ മുന്നേ നമുക്ക് ഞാൻ ഇന്നലെ ബൈറ്റിൽ പറഞ്ഞിരുന്നു. മുന്നേ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രവർത്തകർ പറയുമായിരുന്നു, ആശങ്ക പറയുമായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് വ്യക്തമായ തെളിവുകളില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പിന്നൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പിടിക്കപ്പെട്ടപ്പോൾ അത് മനസ്സിലായത്. അപ്പോൾ അതിൽ ആ പിടിക്കപ്പെട്ട സമയത്ത് ആ വീട് സന്ദർശിക്കുന്നു, കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയ ആളാണ് NMR റസാഖ്. നേരെ മറിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും അത്ര ഒരു നിലപാട് വന്നില്ല. അത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. നമ്മൾ നിലപാടുള്ള ആളായിരിക്കണം ഏത് കാര്യങ്ങൾക്കും. നമുക്ക് ആരെയും പേടിച്ചിട്ട് നിലപാട് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എനിക്ക് അന്നലത്തെ ആ വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ ആദ്യത്തെ ഡീലാണ് ഓർമ്മ വന്നത്. BJPക്ക് നമുക്കുമായിട്ട് ഡീൽ, ഇടതുപക്ഷവും BJP ഡീലെന്ന്. എന്തൊരു പോഷ്ക ഡീലുള്ളത് കൊണ്ടാണോ മിണ്ടാതിരുന്നത്? സത്യം, നിങ്ങൾ നിലപാടുകൾ പറയുന്ന അല്ലെങ്കിൽ പറയാതിരിക്കുന്ന ഇത് തമ്മിൽ യോജിച്ച് നോക്കുക. ഇത് ഈ വിഷയം മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അത് നമ്മൾ എതിർ സ്ഥാനാർത്ഥിയല്ല, നമ്മൾ ആശയങ്ങളിലാണ് എതിർക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, അവരുടെ രീതികളെയും ആശയങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അതിനെതിരായിട്ട് നിലപാട് പറയണ്ടേ? നിലപാട് പറയാതെ എങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കുക? ഇപ്പോൾ നമ്മൾ 3 മുന്നണിയായി മത്സരിക്കുന്ന 3 ആശയങ്ങളാണ് അല്ലേ, 3 നിലപാടുകളാണ്. അപ്പം നമ്മൾ ആ നിലപാടുകൾ പറയുക വേണം, പറയാതിരുന്ന എങ്ങനെയാണ്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥാനാർത്ഥികൾ UDFൻ്റെയും അതേപോലെ തന്നെ NDAയുടെയും വലിയ രീതിയിൽ താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. തീർച്ചയായും അതൊക്കെ ജനങ്ങൾ ആ രീതിക്ക് തന്നെയാണ് കണ്ടിട്ടുള്ളത്. വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ നമ്മൾ 4-ാം തീയതി ആ വിജയം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ എന്തായി എന്നുള്ളത് അന്നേരം നിങ്ങൾക്കറിയാം. എന്തായാലും നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു LDF കളത്തിലിറക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.